സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ തന്നെ ചെറിയൊരു ഭാഗമാണ്, സെക്കൻഡ് പാർട്ടാണ്. ദ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ ലിറ്ററേച്ചർ, മീഡിയ ആൻഡ് പോളിസി ഡോക്യുമെൻറ്റ്സ്. എന്താണ് ഭാഷയുടെ സാഹിത്യത്തിലുള്ള റോൾ എന്താണ്, മീഡിയയിലുള്ള റോൾ എന്താണ്, പോളിസി ഡോക്യുമെൻറ്റ്സിലുള്ള റോൾ എന്താണ് നമ്മൾ ജസ്റ്റ് നോക്കുകയാണ്. ഓക്കെ, ഈ ലിറ്ററേച്ചറിൽ എന്താണ് റോൾ നോക്കാം. Language in literature is not neutral. The language in the literature language neutral. It is a tool for shaping how readers understand the world, identity and human experience. ഇത് വായിക്കുമ്പോൾ എങ്ങനെയാണ് കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തുന്നത്, ആ ലോകം എങ്ങനെയാണെന്ന് വായനക്കാർക്ക് മനസ്സിലാക്കി തരാൻ, അവരുടെ വ്യക്തിത്വങ്ങൾ മനസ്സിലാക്കി തരാൻ, അവരുടെ ജീവിത അനുഭവങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ലാംഗ്വേജ് ലിറ്ററേച്ചറിൽ ഉപയോഗപ്പെടുത്തുന്നത്. ലിറ്റററി ടെക്സ്റ്റ് ഡോണ്ട് ജസ്റ്റ് ഷോ റിയാലിറ്റി. യാഥാർത്ഥ്യം മാത്രമല്ല ലിറ്റററി ടെക്സ്റ്റുകൾ കാണിക്കുന്നത്. ക്രിയേറ്റ് ന്യൂ റിയാലിറ്റീസ്. ഒരു പുതിയതായിട്ടുള്ള റിയാലിറ്റികൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. പുതിയ നവയാഥാർത്ഥ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു ത്രൂ നറേറ്റീവ് ചോയ്സസ്, മെറ്റഫേഴ്സ്, സിംബൽസ് ആൻഡ് ജോൺറൽ സ്റ്റൈൽസ്. അങ്ങനെ ഇത്തരം കാര്യങ്ങളിലൂടെ അതിന് പുതിയ യാഥാർത്ഥ്യങ്ങൾ അവരെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓതേഴ്സ് യൂസ് ലാംഗ്വേജ് ടു എക്സ്പ്ലോർ കോംപ്ലക്സ് തീംസ് ലൈക്ക് പവർ, മെമ്മറി, ഐഡൻറ്റിറ്റി, പെർസിസ്റ്റൻസ്. ഇത്തരം തീമുകളൊക്കെ കാണിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു, ലാംഗ്വേജിനെ ഉപയോഗപ്പെടുത്തുന്നു. ആൻഡ് ഓഫൺ യൂസ് ന്യൂ ലാംഗ്വേജ് ഫോംസ് ടു ചാലഞ്ച് കോമൺ ഐഡിയാസ് ഓർ എക്സ്പ്രസ് ലെസ് ഹേർഡ് പെർസ്പെക്റ്റീവ്സ്. പുതിയ പെർസ്പെക്റ്റീവ്സ് കാണിക്കുവാനായിട്ട് എന്ത് ചെയ്യുന്നു, പുതിയ ലാംഗ്വേജ് അവർ യൂസ് ചെയ്യുന്നു. ഇൻ പോസ്റ്റ് കൊളോണിയൽ ആൻഡ് diasporial literature, language often subverts colonial norms by mixing indigenous words, new grammar, oral traditions to resist linguistic dominance and assert cultural independence. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഭാഷാപരമായിട്ടുള്ള ആധിക്യം അല്ലെങ്കിൽ ആധികേയത്വം, ഒരു ലാംഗ്വേജ് മറ്റൊരു ലാംഗ്വേജിൻ്റെ മേൽ വർക്ക് ചെയ്യുക, ആ ഒരു കാര്യം ഒഴിവാക്കുവാനായിട്ട് എന്ത് ചെയ്യുന്നു, ഇൻഡിജിനസ് ആയിട്ടുള്ള നാട്ടിലുള്ള അല്ലെങ്കിൽ നാടൻ ഭാഷകൾ അവരെന്ത് ചെയ്യുന്നു, പോസ്റ്റ് കൊളോണിയൽ ഉത്തരാധുനിക അല്ലെങ്കിൽ പോസ്റ്റ് കോളോണിവത്കരണത്തിന് ശേഷമുള്ള ലിറ്ററേച്ചറുകളിലും അല്ലെങ്കിൽ ഡയസ്പോറൽ ലിറ്ററേച്ചറുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ഗ്രാമർ, പുതിയ നാടൻ ഭാഷകൾ അല്ലെങ്കിൽ വായ്ത്താരികൾ, വായ കൊണ്ട് കൈമാറിപ്പോകുന്ന ഒരു പരമ്പരകളൊക്കെ അല്ലെങ്കിൽ പാരമ്പര്യമെല്ലാം തന്നെ നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ മീഡിയ. എന്താണ് മീഡിയയിൽ ലാംഗ്വേജിൻ്റെ റോൾ എന്താണ് മീഡിയയിൽ ലാംഗ്വേജിൻ്റെ റോൾ എന്താണ്? ഇൻ മീഡിയ ലാംഗ്വേജ് ഈസ് എ ക്രിട്ടിക്കൽ ടൂൾ ഫോർ ഷേപ്പിംഗ് പബ്ലിക് പെർസെപ്ഷൻ. മീഡിയയിലെ സമൂഹത്തിൻ്റെ ഒരു പെർസെപ്ഷൻ, ഒരു കാഴ്ചപ്പാട് തന്നെ രൂപപ്പെടുത്തുന്നതിൽ ലാംഗ്വേജിന് വലിയ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള കഥകൾ മെനയുന്നതിന്, പൊളിറ്റിക്കൽ ഡിസ്കഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനൊക്കെ എന്തുണ്ട്, മീഡിയയിലെ ലാംഗ്വേജിന് വലിയ സ്വാധീനമുണ്ട്. ജേർണലിസം, അഡ്വർടൈസിംഗ്, എൻ്റർടൈൻമെൻറ്റ് മീഡിയ യൂസ് റെട്ടോറിക്കൽ സ്ട്രാറ്റജീസ് like euphemism, metaphors, framing to build specific versions of reality to make certain viewpoints seem legitimate. അപ്പോൾ ചില കാഴ്ചപ്പാടുകളാണ് യാഥാർത്ഥ്യമെന്ന്, അല്ലെങ്കിൽ ചില കാഴ്ചപ്പാടുകളാണ് നമുക്ക് വിശ്വസിക്കേണ്ട കാഴ്ചപ്പാടുകളെന്ന് മനസ്സിലാക്കുവാൻ എന്ന് നമ്മളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ജേർണലിസവും പരസ്യ കമ്പനികളും അല്ലെങ്കിൽ പരസ്യം, അതിൽ തന്നെ പിന്നെ വിനോദങ്ങളും ചില സ്ട്രാറ്റജികളൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ മീഡിയ ലാംഗ്വേജ് ഓഫൺ യൂസസ് പെർസ്വേസീവ് ടെക്നീക്സ് appealing to ഇമോഷണൽ അതോറിറ്റി. അപ്പോൾ പെർസ്വേസീവ് ആയിട്ടുള്ള ടെക്നിക്കുകളൊക്കെ മീഡിയ യൂസ് ചെയ്യും. വിച്ച് ക്യാൻ റെയിൻഫോഴ്സ് സ്റ്റീരിയോടൈപ്പിനെ ഉറപ്പിക്കാവുന്ന അല്ലെങ്കിൽ സ്റ്റീരിയോടൈപ്പിനെ വളർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇല്ലീഗൽ ഇമ്മിഗ്രൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇല്ലീഗൽ അല്ലേ, അതായത് നിയമത്തിനെതിരായി നമ്മുടെ നാട്ടിൽ കുടിയേറി പാർക്കുന്ന ഒരാൾ പറയാമെന്ന് ഇല്ലീഗൽ ഇമ്മിഗ്രൻ്റ്. അൺഡോക്യുമെൻറ്റഡ് മൈഗ്രൻ്റ് അല്ലേ, ഇങ്ങനെ പറയുമ്പോഴും അൺഡോക്യുമെൻറ്റഡ് മൈഗ്രൻ്റ് അല്ലെങ്കിൽ എന്താ പറയുക, ഡോക്യുമെൻ്റ് ചെയ്യപ്പെടാത്ത മൈഗ്രൻ്റ് എന്ന് പറയുമ്പോൾ രണ്ട് തോട്ടാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്, രണ്ട് മീനിങ് ആണ് അല്ലേ. ലീഗൽ ഇമിഗ്രൻ്റ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് മീനിങ്ങും, അൺഡോക്യുമെൻറ്റഡ് മൈഗ്രൻ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള മീനിങ്ങുമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ആൻഡ് ദെൻ മീഡിയ ലാംഗ്വേജ് ഈസ് ജസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് മാത്രമല്ല, ഇറ്റ് ആക്റ്റീവ്ലി കൺസ്ട്രക്ട്സ് ദ സോഷ്യൽ നറേറ്റീവ്സ്. ഒരു സോഷ്യൽ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് അതിനുണ്ട്. പിന്നെ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ പോളിസി പോളിസി ഡോക്യുമെൻറ്റ്സിൽ എന്താണ്, ഇൻ പോളിസി ലാംഗ്വേജ് ടേക്സ് ഓൺ ആൻ അതോറിറ്റേറ്റീവ് റോൾ, ഫോർമലൈസിങ് ഗോൾസ്, ഡിഫൈനിങ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ബിഹേവിയർ. ഇത്തരം കാര്യങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നതിൽ എന്തിന് സ്വാധീനമുണ്ട്, പോളിസിയിൽ ഭാഷയ്ക്ക് പ്രാധാന്യമുണ്ട്. ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ പോളിസീസ് ലൈക്ക് ലീഗൽ ടേംസ്, പാസീവ് കൺസ്ട്രക്ഷൻസ്, ബ്യൂറോക്രാറ്റിക് സ്റ്റൈൽ ഓഫൺ മേക്സ് ദം സീം ഒബ്ജക്റ്റീവ് ആൻഡ് ന്യൂട്രൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതിനെ ന്യൂട്രലായിട്ട് കാണിക്കുമെങ്കിലും അതങ്ങനെ ന്യൂട്രൽ അല്ല എന്നാണ് നമ്മൾ ആദ്യമേ പറഞ്ഞപ്പോൾ പ്രാക്ടീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഹവർ ക്രിട്ടിക്കൽ അനാലിസിസ് ഷോസ് ദാറ്റ് പോളിസി ലാംഗ്വേജ് ഈസ് ഡീപ്ലി റൂട്ടഡ്
in ideas that reflect and reinforce existing power structures. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പിന്നെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വലിയ പവർ സ്ട്രക്ചേഴ്സൊക്കെ നിലനിർത്തുന്ന ലാംഗ്വേജിന് വലിയ പങ്കുണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദിസ്. ഇനി ക്വസ്റ്റ്യൻസ് ആണ്. ഐ തിങ്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇത് പോസ് ചെയ്താൽ മനസ്സിലാകും. വാട്ട് എവർ we discussed in the above discussions is the same that's appearing in the question, so you can just go through the questions here.